السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഇസ്ലാമിക ചരിത്രത്തിൽ എക്കാലവും സ്മരിക്കപ്പെടുന്ന ബദറിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിക്കപ്പെടുന്നത്. ബദർ കേവലം ഒരു യുദ്ധം മാത്രമായിരുന്നില്ല, ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയുടെയും ഒരു സംഭവം കൂടിയാണ്. അവിടുത്തെ സ്വഹാബത്തും അവിടുന്ന് ഒരുമിച്ച് ക്ഷമാശീലത്തിന്റെയും സ്നേഹത്തിന്റെയും അവിടുന്ന് ശക്തി പകർന്നുകൊണ്ട് ഈമാനിക ശോഭങ്ങളാൽ സൂര്യകിരണങ്ങളാൽ ആവാഹിച്ചുകൊണ്ട് നേടിയെടുത്ത ബദറിൽ അങ്ങനെ വിജയിച്ച് തിളങ്ങി നിൽക്കുകയാണ്. യുദ്ധപ്രമുഖരിൽ പലരും ശിരസ് തലേറ്റു വീണുകൊണ്ട് ചില ആളുകൾ മക്കയിലേക്ക് ഓടിപ്പോവുകയാണ്. അവരെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഇങ്ങനെ വിവരിക്കുകയാണ്. പുകന്തവരിലുൾപ്പെട്ടവൻ താൻ പൊട്ടിക്കരഞ്ഞട്ടതീപൽമൊളിന്താൻ പുകന്തവരിലുൾപ്പെട്ടവൻ താൻ പൊട്ടിക്കരഞ്ഞട്ടതീപൽമൊളിന്താൻ ഇകൾ വാർത്ത കേൾപ്പിരയാ ഇറങ്ങി ബലാഉം ദിദിക്കിൽ ഹലാക ബഗത്തിട്ടോലകത്തോരെല്ലാം അറിഞ്ഞ് ബന്ധ ജനങ്ങളവനെ പൊതിഞ്ഞ് സകലോരും ചോടുന്ന വാർത്ത ചാത്തി ഖുസാഇ റജുൽ ഏറ്റവും മുന്നിലെത്തിയ പേടിച്ചോട്ടക്കാരനായ ആ പുരുഷൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പൊട്ടിക്കരഞ്ഞിട്ടതീബൽമൊളിന്താൻ. അതെ, അവൻ പറയുകയാണ്, ഇകൾ വാർത്ത കേൾപ്പിലെയാ അഹ്ല മക്ക. മക്കക്കാരെ, നിങ്ങൾ ഈ വാർത്ത കേൾക്കുക, നമുക്ക് ഭയാനകരമായൊരു ആപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം കേട്ടതും മക്കയിൽ കൂട്ട നിലവിളി അലയടിക്കുകയാണ്. സ്ത്രീകൾ തങ്ങളുടെ തലയിൽ മണ്ണ് വാരിയിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. പൊട്ടിക്കരച്ചലിന്റെയും അട്ടാസത്തിന്റെയും ശബ്ദം കൊണ്ട് മക്ക നഗരം പ്രകമ്പനം കൊണ്ടുകയാണ്. ഈ സമയം യുദ്ധത്തിന് പോകാതിരുന്ന അബൂലഹബ് അവിടുന്ന് മെല്ലെ അങ്ങ് വീട്ടിന് പുറത്തേക്ക് വരികയാണ്. വീട്ടിന് പുറത്തു വന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പിതൃ സഹോദരന്റെ മകനായിട്ടുള്ള അബൂ സുഫിയാൻ ബിൻ ഹാരിസിനോട് യുദ്ധവിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. ഞങ്ങൾ പട തുടങ്ങി കാലത്തൊരു സാഹത്തിൽ ഇടയിൽ പരവാൻ മുഹമ്മദിൻ നരികോർകളിൽ. സഹോദര, ഞങ്ങൾ യുദ്ധം തുടങ്ങി 1 മണിക്കൂറോളം ഞങ്ങൾ ധീരമായി പോരാടി. പക്ഷേ അപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. അബൂലഹബ് ചോദിച്ചു, എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു കൂട്ടർ നിന്നും അവരെ ഉടൽ ചമയം വെള്ളപരികൾ ബൽഖ എണ്ടും ഉരം ആലാത്തുൽഖിതാലണൈന്തോരായും. അയാൾ പറഞ്ഞു, അപ്പോഴേക്കും ആകാശത്തുനിന്ന് ഒരു കൂട്ടർ ഇറങ്ങി വന്നു. വെള്ളവസ്ത്രധാരികൾ, ആയുധധാരികൾ, കറുപ്പും വെളുപ്പും കുതിരകളാൽ അവർ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നു. അവർ കാരണത്താലാണ് നാം പരാജയപ്പെട്ടത്. അവിടെ ഉണ്ടായിരുന്ന അബൂലഹബ് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അബൂലഹബ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്ന് അബൂ റാഫി തങ്ങൾ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. അബൂ റാഫി തങ്ങൾ അറിയാതെ പറഞ്ഞുപോയി, അവർ കാരണത്താലാണ് നാം പരാജയപ്പെട്ടത്. അവിടെ നിന്ന് അബൂലഹബ് തിരിഞ്ഞു നോക്കി. അബൂ റാഫി തങ്ങൾ ആരാണത്? അബൂ റാഫി തങ്ങൾ അബ്ബാസ് തങ്ങളുടെ സേവകനായ അബൂ റാഫി തങ്ങൾ ഇസ്ലാമിലെ
ഇസ്ലാമിലേക്ക് രഹസ്യമായിട്ട് വന്ന ഒരാളായിരുന്നു. അബൂ റാഫി തങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെടാത്ത ദുഷ്ടനായ അബൂലഹബ് അവിടുന്ന് തൻ്റെ അബൂ റാഫി തങ്ങളുടെ ശിരസിലേക്ക് നെഞ്ഞിലേക്ക് അവിടുന്ന് കയറുകയാണ്. അവിടുന്ന് ഒറ്റയടിക്ക് നിലത്തേക്കിടുകയാണ്. നിലത്തിട്ടുകൊണ്ട് ആഞ്ഞടിച്ച് വീശാൻ തുടങ്ങി. എണ്ടതുപോലഹബിണ്ടാനെ തരി തണ്ടേര അരിശത്തോടെ എന്നിടമെത്തികരം താങ്ങി ഉഷത്തിട്ടോങ്ങി അടിത്തിട്ടാനേ തണ്ടമിലെന്തനെ പറ്റിയേ തല ചുറ്റിയേ വിളിന്തിട്ടേനെ ദുഷ്ടനെ നെഞ്ചിലെ നിന്താനെ കൺമുഖം താനെ ചൊളിന്തിട്ടാനേ. സേവകനെ മർദ്ദിക്കുന്നത് ഉമ്മുൽ ഫളൽ ബീവിക്ക് അത് തീരെ സഹിച്ചില്ല. അവന്റെ ടെന്റ് കെട്ടാൻ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ തൂണെടുത്തുകൊണ്ട് അവിടുന്ന് അബൂലഹബിന്റെ ശിരസിലേക്ക് ആഞ്ഞടിക്കുകയാണ്. കണ്ടിടയും ഉൽഫദുൽ ബീവി അപ്പസിന്റെ വിരോഷത്താനെ കൺമനക്കുള്ളവും മുതണ്ട് കനിയാൾ ചെണ്ടയെടുത്തിട്ടാനെ എടത്താലബുലഹബിൻ സീരിനടുത്തപ്പോതിൽ തല പൊട്ടിയേ എമ്പുവാനുൾ കഥ കേട്ടോനെ ഹബിസത്തോനെ നെറിവിട്ടോനെ. അടിയേറ്റ് ശിരസ് പൊട്ടിയ അബൂലഹബിന്റെ മരണം പഴുക്കുകയും ദുർഗന്ധം അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ അത് കാരണത്താൽ അയാൾ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ യുദ്ധം ബദറിൽ പങ്കെടുത്തില്ലെങ്കിലും ബദർ കാരണത്താലായിരുന്നു അബൂലഹബിന്റെ അന്ത്യം. അങ്ങനെ അത് ബദറിൽ വിജയിച്ചുകൊണ്ട് നബിയും സ്വഹാബത്തും മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്ക് വന്നുകൊണ്ട് മദീന അവരെ നല്ല സന്തോഷത്തോടു കൂടി വരവേൽപ്പ് നൽകുകയാണ്. അങ്ങനെ മദീനയിലേക്ക് നബി തങ്ങളുടെ പിതൃവിനടക്കം അവിടുന്ന് അബ്ബാസ് തങ്ങളടക്കം 70ഓളം വരുന്ന തടവുകാരെയും കൂട്ടിയിട്ട് അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മദീനയിലേക്ക് വരികയാണ്. അങ്ങനെ മദീനയിലേക്ക് എത്തിയ ശേഷം അവിടുന്ന് സ്വഹാബാക്കൾ നബി തങ്ങളുമായിട്ട് ചർച്ച നടത്തുകയാണ്. എന്നിട്ട് അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയൂ നബിയെ എന്ന് ആരാഞ്ഞപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾ അവിടുന്ന് സ്വഹാബാക്കളെല്ലാം കൂട്ടമായി വിളിച്ചുകൊണ്ട് അങ്ങനെ സ്വഹാബാക്കൾക്കിടയിൽ തന്നെ ഓരോരുത്തരും അഭിപ്രായം പറയാൻ തുടങ്ങി. ചേരായി മുത്തഹമ്മദ് നബി ബൈത്തിലിരിന്തപ്പി ചിറപ്പെട്ടോർകളയും കൊണ്ടരി ഗോരത്ത് പാരിത പൂവി ത്വയ്ബ പുകൈന്തെല്ലാം ഹബീബുള്ള ഫളുലുറ്റി തീരോ മുമ്പിൽ അണൈന്റെ പിന്നാ മോചനദ്രവ്യം വാങ്ങി തടവുകാരെയെല്ലാം വിട്ടേക്കണമെന്നാണ് സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായം. എന്നാൽ സയ്യിദ്ന ഉമർ തങ്ങളുടെ അഭിപ്രായം അങ്ങനെ ആയിരുന്നില്ല. നബിയെ, ഇവരെല്ലാം നമ്മുടെ ദീനിന്റെ ശത്രുക്കളാണ്, ഇവരെ നാം വകവരുത്തണം നബിയെ, ഇവരെ നാം വിട്ടുകളയരുത് നബിയെ എന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉമർ തങ്ങൾ അഭിപ്രായം പറയുകയാണ്. എന്നാൽ ഇബ്നു റുബായുടെ അഭിപ്രായം വളരെ രസകരമായിരുന്നു. എന്തെന്നറിയോ? ഇബ്നു റുബായുടെ അഭിപ്രായം ഇവരെല്ലാം ഒരു വിറകൂനയിൽ കൂട്ടിയിട്ട് ഒരുമിച്ച് അവരെല്ലാം കത്തിച്ച് കരിയിച്ച് കളയുക എന്നതായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായത്തെയും ഉമർ തങ്ങളുടെ അഭിപ്രായത്തെ വ്യത്യാസത്തെ ഇപ്രകാരം വിവരിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാരെ പല വിധത്തിലും സൃഷ്ടിച്ചു. മൃദുവായി, അതായത് ഉമർ തങ്ങളെ പട്ടുപോലെ സൃഷ്ടിച്ചു, സിദ്ദീഖ് തങ്ങളെ അവിടുന്ന് പട്ടുപോലെ സൃഷ്ടിച്ചു, ഉമർ തങ്ങളെ കല്ലുപോലെ സൃഷ്ടിച്ചു, കാഠിന്യമുള്ളതാക്കി സൃഷ്ടിച്ചു എന്നായിരുന്നു. അതായത് ഉമർ തങ്ങൾ നൂഹ് നബിയെ പോലെയും സിദ്ദീഖ് തങ്ങൾ ഇബ്രാഹിം നബിയെ പോലെയും ആണെന്ന് അങ്ങനെ ഈ വിവരം മഹാകവി മൊയിൻകുട്ടി വൈദ്യർ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. വെളിവിരളുമേത്തോനല്ല ബഗുത്നാസിൽ ചിലരേതില്ല മളമാക്കിയാൽ ഹരീർ പോലെ മസ്ൽ സിദ്ദീഖിൻ മനസ്സ് പോലെ മസ്ൽ സിദ്ദീഖിൻ മനസ്സ് പോലെ മനതബുബക്കറുടെ മികമൊളിയുഗമ മനത്തോടെ ഇബ്രാഹിം നബിയുടെ തരമായി മനതബുബക്കറുടെ മികമൊളിയുഗമ മനത്തോടെ ഇബ്രാഹിം നബിയുടെ തരമായി ദിനവർ സമനിലെ ഉലകരിൽ മഹിമ തേടി പൊറുക്കൾ കൊണ്ടവർക്കെല്ലാം സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായം
അഭിപ്രായം മാനിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ തടവുകാരെ എല്ലാം വിട്ടയക്കുകയാണ്. മോചനദ്രവ്യം വസൂലാക്കി വിട്ടയക്കുകയാണ്. അങ്ങനെ പൈസ ഇല്ലാത്തവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടുന്നു. എന്തിനേറെ പറയുന്നു, തൻ്റെ പിതൃവനായ അബ്ബാസ് തങ്ങളോട് പോലും നബി തങ്ങൾ മോചനദ്രവ്യം വസൂലാക്കുകയാണ്. അവിടെ നിന്ന് വസൂലാക്കുമ്പോൾ അവിടെ നിന്ന് അബ്ബാസ് തങ്ങൾ പറയുകയാണ്, നബിയെ എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ബാസ് തങ്ങൾ പറയുന്നു, അവിടെ നബി തങ്ങൾ പറയുന്നു, അങ്ങ് ആളെ അയച്ചുകൊണ്ട് പൈസ കൊണ്ട് വന്നാൽ അങ്ങേ വിടാമെന്ന് പറയുന്നു. അങ്ങനെ ആ സമയത്ത് അബ്ബാസ് തങ്ങൾ മെല്ലെ തടിയുരുവാൻ നോക്കുകയാണ്. അയത്തിടോലും അവിടമില്ല കയർത്ത് പോരും സമയം തന്നിൽ കളവിയിൽ നേർവിളിത്തിട്ടൂന്നി ഉന്നിടെ പൊന്നു നിറഞ്ഞൊരു പെട്ടി മണ്ണിൽ കൊശുത്തത് മോടിയുടെ വീട്ടിൽ പിന്നിലെ ഉണ്ണിനെ വല്ലൊരു മട്ടിൽ അകത്താലെടുത്തല്ലോ പിടകമില്ലേ. അവസാനം ഇതെല്ലാം കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില മുഅ്ജിസത്തുകളും അതുപോലെ തന്നെ ചില കാര്യങ്ങളും കണ്ടുകൊണ്ട് അബ്ബാസ് തങ്ങളും തടവുകാരെല്ലാം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മത്സരം തുടരുന്നു.